തെക്ക് ഭാഗത്ത് പീർ പഞ്ചൽ പർവ്വതനിരകളാലും വടക്ക് ഭാഗത്ത് ഗ്രേറ്റർ ഹിമാലയൻ പർവ്വതനിരകളാലും ചുറ്റപ്പെട്ട അതിമനോഹരമായ താഴ്വര പ്രദേശമാണ് കാശ്മീർ താഴ്വര. 2006 ആദ്യമായി കാശ്മീർ താഴ്വര സന്ദർശിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. വേനൽക്കാലത്ത് പച്ചപ്പരവതാനിയായും തണുപ്പുകാലത്ത് ഐസ് പൊതിഞ്ഞ പ്രദേശമായും എന്നും കാശ്മീർ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ്. ജീവിതത്തിൽ ഒരിക്കൽ കാശ്മീർ സന്ദർശിക്കുക എന്നുള്ളത് എല്ലാ സഞ്ചാരികളുടെയും മോഹവുമാണ്. ആകാശയാത്രയിൽ കാശ്മീർ താഴ്വരയിലേക്ക് ഊളിയിട്ടിറങ്ങുന്നത് എന്നും ഒരു അനുഭൂതിയാണ്. പീർ പഞ്ചൽ പർവ്വതനിരകൾ കടന്ന് കാശ്മീർ താഴ്വരയെ മൂടി നിൽക്കുന്ന മേഘക്കൂട്ടങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഞാൻ സഞ്ചരിച്ച ഇൻഡിഗോ വിമാനം കാശ്മീർ താഴ്വരയിലേക്ക് ഊളിയിട്ടിറങ്ങിയത് വല്ലാത്തൊരു നയന മനോഹരമായ കാഴ്ചയായിരുന്നു. $135 കിലോമീറ്റർ നീളത്തിലും 32 കിലോമീറ്റർ വീതിയിലുമാണ് കാശ്മീർ താഴ്വര നീണ്ട് നിവർന്ന് കിടക്കുന്നത്. കളിലെ സംഘർഷങ്ങൾ താഴ്വരയിൽ നിന്ന് സഞ്ചാരികളെ അകറ്റിയെങ്കിലും വീണ്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന താഴ്വരയിലേക്ക് സഞ്ചാരികളുടെ കുത്തൊഴുക്കാണ് ഇപ്പോൾ. 1947 പാകിസ്ഥാൻ പട്ടാളം ശ്രീനഗർ വിമാനത്താവളത്തിൻ്റെ ഏതാണ്ട് 20 കിലോമീറ്റർ അടുത്ത് വരെ എത്തിയതാണ്. മഖ്ബൂൽ ഷർവാണി എന്ന 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ വഴി തെറ്റിച്ചുകൊണ്ട് മറ്റൊരു ദിശയിലേക്ക്, ഗുൽമാർഗ് ദിശയിലേക്ക് പാകിസ്ഥാൻ പട്ടാളത്തെ തിരിച്ചയച്ചതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ പട്ടാളത്തിന് യാതൊരു തടസ്സവുമില്ലാതെ ശ്രീനഗർ വിമാനത്താവളത്തിൽ അന്ന് ഇറങ്ങാൻ സാധിച്ചത്. മഖ്ബൂൽ ഷർവാണിയെ പിന്നീട് പാക് പട്ടാളം പിടികൂടുകയും പരസ്യമായി തൂക്കിലേറ്റുകയും മൃതശരീരം വികൃതമാക്കുകയും 3 ദിവസത്തിന് ശേഷം ചീഞ്ഞളിഞ്ഞ മൃതദേഹം ഇന്ത്യൻ പട്ടാളമാണ് മറവ് ചെയ്തത്. പ്രസ്തുത പ്രദേശം ഇന്നും പട്ടാളത്തിൻ്റെ സംരക്ഷണയിൽ തുടരുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടിരിക്കുമെന്ന്. ഇവിടെയാണ് മഖ്ബൂൽ ഷർവാണിയെ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ പട്ടാളം അടച്ചിട്ടതാണ്. വൈകുന്നേരം 4:30 മണിക്ക് വരാൻ എന്നോട് പറഞ്ഞതുകൊണ്ട്